ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കറിയാണ്. സ്രാവ് മീൻ വെച്ചിട്ട്, ഉണക്ക സ്രാവ് മീൻ വെച്ചിട്ട് ഒരു ചാറ് കറിയ തേങ്ങ അരച്ച്. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കാം. പക്ഷേ നമ്മുടെ ഈ നാട്ടിലില്ലേ, ഈ കോഴിക്കോട് മുക്കം ഏരിയയിലോട്ടൊക്കെ വിശേഷ ദിവസങ്ങളിൽ, അതായത് മരണാനന്തര ചടങ്ങുകൾക്കോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്ന് പറഞ്ഞാൽ സ്രാവ് മീൻ തേങ്ങ അരച്ച് ഒരു ചാറ്. എല്ലാവരും വെക്കുന്ന, പക്ഷേ ഇവിടുത്തെ ഈ നാട്ടുപുറത്തെ ഈ നാട്ടിലെ രീതി അനുസരിച്ചാണ് വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ബായോ. ഇതാ കുറച്ച് സ്രാവ് മീൻ എടുത്തിട്ട് ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന, ഉപ്പ് കളഞ്ഞ് വെച്ചാൽ, പക്ഷെ എന്നാലും നല്ല ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കറിയിൽ ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി. 1/2 കിലോ മീനുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊന്ന് ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കുന്നത് എന്നാണെന്നറിയോ? ഇതാ 3 പച്ചമുളക്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും, കുറച്ച് വെളുത്തുള്ളിയും, ഒരു ഇച്ചിരി ഉള്ളിയും കൂടെ. അത് ചെറിയുള്ളി, സവോള എന്ത് വേണേലും ആകാം. കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി. നാട്ടിലാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേ. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒന്നും പറയരുത് കേട്ടോ. ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കറിക്ക് എരിവിന് പാകത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി. അതും ഇപ്പം ഞാനൊരു ശരിക്കും വലിയ സ്പൂൺ 1.5 സ്പൂണാണ് മുളക് പൊടി ചേർത്തേക്കുന്നത്. അപ്പോൾ 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എന്നാ ചേർക്കുന്നറിയോ? പുളി. വാളംപുളിയാണേ. പിഴിപുളി, വാളംപുളി എന്നൊക്കെ പറയും. പുളി ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുക്കും. ഇതാ നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ വേണ്ടി വരും. കാരണം വെച്ചാൽ പുളി വേണം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ സ്റ്റൗ കത്തിക്കുവാണേ. മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? തേങ്ങ അരയ്ക്കണം. ഞാനിത് വലിയൊരു തേങ്ങയുടെ ഉരുമുറി തേങ്ങ എടുത്തേ. ഒരു 3-4 കഷ്ണം ചെറിയുള്ളി എടുത്തു. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കണ്ടേ? വെള്ളമൊക്കെ വറ്റി മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊന്ന് നോക്കണേ. കുറവാ, ഇന്നലെ വെള്ളത്തിൽ ഇട്ടല്ലേ. കുറച്ച് ഉപ്പിടാം എന്തായാലും. ഇനി നമ്മുടെ അരപ്പങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. തേങ്ങ അരച്ച് വെച്ചത്. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം. അരപ്പൊക്കെ ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. ഈ സമയത്ത് വേറൊരു പാൻ അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു കടുക് കുറയും കൂടെ. ചൂടായപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കറിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാവേ. അപ്പം നമ്മുടെ കടുക് അങ്ങോട്ട് പൊട്ടട്ടെ. കടുക് ഇട്ട് വന്നപ്പോൾ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ചെറിയുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. നമ്മുടെ സ്രാവ് മീൻ തേങ്ങ അരച്ച് കറി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി വാളംപുളി ഇടാൻ താല്പര്യമില്ല എങ്കിൽ കുടംപുളി ഇട്ടോ, കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ടേസ്റ്റ്, ഈ ഇവിടുത്തെ ഒരു നാടൻ കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വാളംപുളി തന്നെ ചേർക്കണം കേട്ടോ. അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയവരാണെങ്കിൽ ഇങ്ങനെയാണോ എന്നൊന്ന് അഭിപ്രായം പറയണം കേട്ടോ. നല്ല ചോറിനും ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കറിയാണ്. വാട്ടുകപ്പ വേവിച്ചതും ഈ മീൻ കറിയും കൂടെ എന്നാ രസമായിരിക്കും അല്ലേ? ചക്ക വേവിച്ചതിനും നല്ല സൂപ്പറാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.